നീലശലഭം പാർട്ട് 16. നീലി പതിയെ ഓരോ പുസ്തകങ്ങളും നോക്കിക്കൊണ്ട് നടന്നു. ആരിത്? നീലിമോളോ? പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ദീപക്കുണ്ടായിരുന്നു. അവനെ കണ്ടതും ഭയന്നുകൊണ്ട് അവനെ നോക്കി. അയ്യോ, നീ എന്താടോ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കണ്ടിട്ട് പേടിയായോ? അവൾ പേടിയോടെ തന്നെ അവനെ നോക്കി. പുസ്തകം എടുക്കാൻ വന്നതാണോ? ഞാൻ സഹായിക്കണോ? അവൾ വേണ്ടെന്ന് തലയാട്ടിയതും. അങ്ങനെ പറയാതെ ഞാൻ സഹായിച്ചോളാം. അതും പറഞ്ഞ് അവളുടെ കയ്യിലൊന്ന് പിടിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് കൈ വലിച്ചു. അയ്യോ, ഇങ്ങനെ പേടിക്കാതെ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതല്ലേ. അവന്റെ ഭാവവും നോട്ടവും എല്ലാം അവളിൽ പേടിയുണർത്തി. അവളെ സഹായിക്കാൻ ഞാനുണ്ട് ഇവിടെ. പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ ശ്രീകാന്തിന്റെ ശബ്ദം അവിടെ കേട്ടതും നീലിയിൽ അത് വലിയൊരു ആശ്വാസമായി. അവൾ ഒരു സമാധാനത്തോടെ അവന്റെ അടുത്തേക്ക് പോയി. ദീപക് ദേഷ്യത്തെ നോക്കുമ്പോ ദേഷ്യത്തിൽ ശ്രീകാന്ത് നിൽപ്പുണ്ട്, ഒപ്പം തന്നെ സ്നേഹയും. അവൻ ദേഷ്യത്തിൽ സ്നേഹയെ നോക്കിയതും അവൾ പേടിയിൽ തല താഴ്ത്തി. സ്നേഹ, നീ നീലിയെ കൊണ്ട് ഭാമയുടെ അടുത്തേക്ക് പോയിക്കോ. അവൻ ഗൗരത്ത് പറഞ്ഞതും സ്നേഹയും നീലിയും പുറത്തേക്ക് പോയി. നടക്കുന്നതിന്റെ ഇടയിൽ നീലി പേടിയോടെ അവരെ നോക്കുന്നുണ്ട്. അവർ പോയി എന്നായതും ശ്രീകാന്ത് ദേഷ്യത്തിൽ അവന്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചു. അവൻ ദേഷ്യത്തിൽ അവനെ നോക്കുന്നുണ്ട്. നിനക്ക് ശരിക്കും ഈ ശ്രീകാന്തിനെ അറിയില്ല. നീലിമ അവൾ എൻ്റെ പെണ്ണ. എൻ്റെ കണ്ണ് ഒരു നീയല് പോലെ അവളുടെ ചുറ്റും കാണും. നിന്റെ നീയലങ്ങാനം അവളുടെ മേലിൽ പതിഞ്ഞ ഈ ശ്രീകാന്തിന്റെ പുതിയൊരു മുഖം നീ കാണും, കേട്ടില്ലേ? അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൻ ഇറങ്ങിപ്പോയതും ദീപക് ദേഷ്യത്തിൽ അവനെ നോക്കി നിന്നു. ഇല്ല ശ്രീകാന്ത്, ഈ ദീപക് ജീവനോടുള്ള കാലത്തോളം നീ ഓരോ നിമിഷവും പേടിക്കുന്ന ഒരവസരം വരും, നോക്കിക്കോ. അതും പറഞ്ഞുകൊണ്ട് ദീപക് പുറത്തേക്ക് പോകുമ്പോൾ ആ ലൈബ്രറിയിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഗായത്രി. അവർ ദേഷ്യത്തിൽ അവർ പോയത് നോക്കിക്കൊണ്ട് ഇറങ്ങി വന്നു. ശ്രീകാന്ത്, എൻ്റെ സ്നേഹത്തെ നീ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ഊമയുടെ കൂടെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്തേ എനിക്ക് ശീലമുള്ളൂ. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്വന്തം അമ്മയുടെ കോളേജിലേക്ക് ഞാൻ വന്നതുപോലും. നിന്നോടുള്ള എൻ്റെ സ്നേഹം നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ തുടങ്ങിയതാ. അതങ്ങനെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ഇടയിൽ പുതിയ ആര് കടന്നു വന്നാലും അവരെ വേരോടെ പറിച്ചറിയാൻ എനിക്കറിയാം. അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഗായത്രി പലതും കണക്ക് കൂട്ടി. സ്നേഹ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് എങ്കിലും നല്ല ഭയം അവളിൽ ഉണ്ടായിരുന്നു. നീ പേടിച്ചോ? അവൾ അതേ എന്ന് തലയാട്ടി. പിന്നീട് അവൾ ഒന്നും ചോദിച്ചില്ല. നീലയിൽ അപ്പോഴും ഒരു ഭയം ഉണ്ടെങ്കിലും ഭാമയെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ ഭാവി കെട്ടിയോനെവിടെ? കോളേജ് വിട്ട് കുട്ടികളെല്ലാം പോയി. ഭാമ അത് പറഞ്ഞപ്പോയേക്കും ശ്രീകാന്ത് വന്നിരുന്നു. പാർവണയോടും സ്നേഹയോടും യാത്ര പറഞ്ഞ് അവർ ശ്രീയുടെ കാറിൽ കയറിപ്പോയതും സ്നേഹ ധൃതി പിടിച്ച് പാർവണയെ കൊണ്ട് അവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. എന്താ ചേച്ചി? ഒന്നുമില്ല, വേഗം വാ. സ്നേഹ ധൃതിയിൽ പോകുന്നത് ദീപക്കും കൂട്ടുകാരും കണ്ടിരുന്നു. അവൾ ഓടി രക്ഷപ്പെട്ടല്ലോ. അവന്റെ കൂട്ടുകാരൻ പറഞ്ഞതും അവൾ എവിടെ വരെ ഓടും? അവൾ വരുമല്ലോ നാളെ, അതിനുള്ളത് ഞാൻ കൊടുത്തോളാം, ദീപക് ദേഷ്യത്ത് പറഞ്ഞു. ശ്രീയുടെ വീട്ടിലെത്തിയതും ഭാമയും നീലിയും കൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. നാളെ 500 പ്രാവശ്യം എഴുതേണ്ടി വരുമോ? അത് കേട്ടതും നീലിയും ഒരു പേടിയോടെ തലയാട്ടി. നിനക്ക് പ്രാന്താണ് പെണ്ണെ, അതൊന്നും നടക്കില്ല. അത് കുറേ ഉണ്ട്, നമുക്ക് നാളെ ലീവാക്കിയാലോ? അത് കേട്ടതും വേണോ എന്ന രീതിയിൽ അവളെ നോക്കി. ആ ഗായത്രി മിസ്സിന് എന്തോ ഒരു പകയുള്ളതുപോലെ. രണ്ടുപേരും സംസാരിച്ച് വീട്ടിലെത്തിയിരുന്നു. ആഹാ, നിങ്ങൾ എത്തിയോ? നിങ്ങൾക്ക് വേണ്ടി ചായയും പലഹാരമെല്ലാം തയ്യാറാക്കി മുത്തശ്ശി നിൽക്കാൻ തുടങ്ങിയിട്ട് ടൈം എത്രയായി? പലഹാരമുണ്ടോ? എന്താ ഉള്ളത്? ഉണ്ണിയപ്പം. എന്നാ ഞാനത് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. തിണ്ണയിലുള്ള പലഹാര പാത്രത്തിൽ നിന്നും ഒന്നെടുത്ത് വായിലിട്ടുകൊണ്ട് ഭാമ പറഞ്ഞു. നീലിയും പുഞ്ചിരിയോടെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങിട്ടോ. അതും പറഞ്ഞ് ഭാമ നീലിയെ ഒന്ന് നോക്കി. എഴുതാനൊന്നും നിൽക്കേണ്ട, നാളെ അവർ എന്താ ചെയ്യാമെന്ന് കാണാലോ. അതും പറഞ്ഞ് അവൾ പോയി. നീലിയും കുളിയും കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി തിണ്ണയിലിരിക്കുമ്പോഴാണ് ഇന്ന് ലൈബ്രറിയിൽ പോയത് ആലോചിക്കുന്നത്. കോളേജിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്.
എന്താ മോളെ ആലോചിച്ചിരിക്കുന്നേ? മുത്തശ്ശി അത് ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. ബാമ പറഞ്ഞതുപോലെ ഒന്നും എഴുതാതെയായിരുന്നു നീലി കിടന്നത്. പതിവ് പോലെ എണീറ്റ് കോളേജിൽ പോയി. ഗായത്രിയെ ഓർത്ത് നീലിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഗായത്രി വന്നതുമില്ലായിരുന്നു. സ്നേഹ ചേച്ചി ഇന്നലെ മുതൽ എന്തോ സങ്കടത്തിലാ. എന്താന്നറിയില്ല. ചേച്ചി ഇന്ന് വരില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ഒരേ ഇരിപ്പാ. പാർവണ അല്പം സങ്കടത്തോടെ പറഞ്ഞു. ഓ, ചേച്ചിക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ബാമ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, വല്യമ്മയും പറഞ്ഞു ഇന്നലെ മുതൽ ഒരേ ഇരുത്തമാണെന്ന്. എന്താ സംഭവമെന്ന് ചേച്ചി പറയുന്നുമില്ല. അത് കേൾക്കുമ്പോൾ നീലിക്ക് സ്നേഹയിലുണ്ടായ ആ പതർച്ച അവൾക്ക് ഓർമ്മ വന്നു. അങ്ങനെ ദിവസം കഴിഞ്ഞു പോയി. ഒരാഴ്ച വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. അന്നെല്ലാം ഗായത്രി വരാത്തത് വലിയൊരു സമാധാനം തന്നെയായിരുന്നു. പക്ഷേ സ്നേഹയും വന്നില്ലായിരുന്നു അന്നൊന്നും. അങ്ങനെ ഒരു ശനിയാഴ്ച നീലി രാവിലെ എണീക്കുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ധൃതിയിൽ അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അവളെ കണ്ടതും, ആ മോൾ എണീറ്റോ, എന്നാ മോളും വായോ. നീലിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മുഖമൊന്ന് കഴുകി വൃത്തിയാക്കി അവളും അവരുടെ കൂടെ ഇറങ്ങി നടന്നു. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ ബാമയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. നീലി ഒന്നും മനസ്സിലാവാതെ നിന്നു. നീലി ഞെട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബാമ നീലിയുടെ അടുത്തേക്ക് ഓടി വരുന്നേ. നീലി എന്താ പ്രശ്നമെന്ന് കൈമലർത്തി കാണിച്ചു. ഹരിയേട്ടനുണ്ടല്ലോ, ആരെയോ അമ്പലത്തിൽ നിന്നും താലി കെട്ടിയെന്ന് ആരോ മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞതാ. ചേട്ടനാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയതാ. അതറിഞ്ഞ് ദേഷ്യം വന്ന് മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുക. പാവ പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനൊരു പ്രണയമുണ്ടെന്ന്. അവളെ വീട്ടിൽ നിന്നും ചാടിച്ചു കൊണ്ടുവന്ന് കെട്ടിയതാവും. എന്നാലും ഇവിടെ ആരോടും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയാ മുത്തശ്ശൻ പറയുന്നേ. നല്ല ദേഷ്യത്തിലാണ് എല്ലാവരും. അമ്മായിമാരാണെങ്കിലോ വിവരം അറിഞ്ഞത് മുതൽ വന്ന് എരിത്തീയിൽ എണ്ണ ഒഴിക്കുവാണ്. ഞാനാ നീയൊന്ന് വന്നിരുന്നെങ്കിൽ അത് നോക്കിയിരിപ്പായിരുന്നു. ആ അമ്മായി ആണെങ്കിലോ ഹരി അങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഭാമയെയും ഇനി സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പാത്രത്തിലേക്ക് വരെ തീ കോരിയിട്ടു. അതും പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് അപ്പുവും അമ്മുവും വരുന്നേ. ഹരിയേട്ടനൊന്ന് കെട്ടിയതിനാണോ ഇവിടെ ഇത്ര വലിയ ചർച്ച? കണ്ട ഉടനെ അപ്പു ചോദിച്ചു. മോനെ, ഇവരുടെ അഭിമാന പ്രശ്നമല്ലേ, അതിൻ്റെതാണ് ഇതൊക്കെ. ഭാമ അല്പം ഉച്ചത്തിൽ പറഞ്ഞു. എന്നാലും ഹരിയേട്ടൻ ആരും അറിയാതെ ഇതെങ്ങനെ? മോനെ അപ്പു, അവിടെ അവർ പറയുന്നതൊക്കെ കേട്ടില്ലേ? ഹരിയേട്ടൻ വന്നാൽ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. എല്ലാവരും ഇളകി നിൽപ്പാ. ഹോ, ഹരിയേട്ടൻ ഇഷ്ടമുള്ള കുട്ടിയെ ഹരിയേട്ടൻ കെട്ടി, അതാണ് മോളെ ആണത്തം. അപ്പു അത് പറഞ്ഞതു. നിന്റെ ആണത്തം അവിടെ പോയി പറ, ഇവിടെയല്ല. ഇവരെല്ലാം കൂടെ വെറുതെ പ്രശ്നം വഷളാക്കാനാണ് പ്ലാന്. ആദ്യം അമ്മായിമാരെ ഒന്ന് സൂക്ഷിക്കണം. പ്രിയയെ ഹരിയേട്ടന്റെ തലയിലിടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നടക്കാത്ത ദേഷ്യമെല്ലാം അമ്മായി തീർക്കുന്നുണ്ട് അവിടെ. ഭാമ അല്പം സഹതാപത്ത് പറഞ്ഞു. എന്നാലും ആരായിരിക്കും ഹരിയേട്ടൻ കെട്ടിയ പെണ്ണ്? അമ്മു താടിക്ക് കൈവച്ച് ചോദിച്ചു. അപ്പോഴേക്കും ഹരിയുടെ കാറ് മുറ്റത്ത് വന്ന് നിർത്തിയതും ഇവരെല്ലാം കൂടെ മുമ്പിലേക്ക് ഓടി. വീട്ടുകാരെല്ലാം ദേഷ്യത്ത് നോക്കുന്നുണ്ട്. ഹരി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. എല്ലാവരും അവനെ ദേഷ്യത്തിൽ നോക്കി നിൽപ്പായിരുന്നു. ഞാൻ ഹരി പറയാൻ തുടങ്ങിയതും, നീ ഒന്നും പറയണ്ട. നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ആദ്യം ഇവിടെ പറയണം, അല്ലാതെ അമ്പലത്തിൽ നിന്നും താലി കെട്ടി കഴിഞ്ഞാണോ ഞങ്ങൾ അറിയേണ്ടത്? ഹരിയുടെ മുത്തശ്ശൻ ദേഷ്യത്തിൽ ചോദിച്ചു. ഞാനെല്ലാം പറയാൻ നിൽക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമായി പോയി. അവൻ അതും പറഞ്ഞ് അവരെയെല്ലാം നോക്കി. ശ്രീകാന്തും കുട്ടേട്ടനും സഞ്ജിത്തും എല്ലാം നോക്കി ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. ഈ കുടുംബത്തിന് ഒരു പേരുണ്ട്, മഹിമയുണ്ട്, അതല്ല മോർത്തോ നീ? അമ്മായി ഇടയിൽ കയറി ദേഷ്യത്തിൽ ചോദിച്ചു. ഹരി എന്ത് പറയണമെന്നില്ലാതെ എല്ലാവരെയും നോക്കിയതു. എന്തായാലും കല്യാണം കഴിഞ്ഞു. അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. എവിടെയാ കുട്ടി? നീലിയുടെ മുത്തശ്ശൻ വലിയ മുത്തശ്ശനായതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതും ആരും ഒന്നും മിണ്ടിയില്ല. ഹരി കാറിന്റെ ഡോറ് തുറന്നതും അവൻ നീട്ടിയ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങിയ പെൺകുട്ടിയെ കണ്ട് വീട്ടുകാരെല്ലാം എത്തിയും പാളിയും നോക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ കണ്ട് ശരിക്കും ഞെട്ടിയത് ഭാമയും നീലയും ശ്രീകാന്തുമായിരുന്നു.
സ്നേഹ ചേച്ചിയോ? ഭാമ ഞെട്ടിക്കൊണ്ട് പറഞ്ഞതും ശബ്ദം അല്പം കൂടിപ്പോയി. അവളുടെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് എല്ലാവരും ഭാമയെ നോക്കുമ്പോൾ സ്നേഹ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് നീലിയെയും ഭാമയെയും. ഭാമ മോളെ, നിനക്കറിയോ ഈ കുട്ടിയെ? ഭാമയുടെ അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എന്റെയും നീലിയുടെയും കൂട്ടുകാരിയുടെ ചേച്ചിയാണ്. അതുപോലെ ഞങ്ങളുടെ കോളേജിലാ, ഞങ്ങൾ നല്ല കൂട്ടുകാരാ. ഭാമ ഒരു ഞെട്ടിത്തരിപ്പോടെ തന്നെ പറഞ്ഞു നിർത്തി. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ നടത്തിയ ഡ്രാമയാണല്ലേ ഇത്? അമ്മായി ദേഷ്യത്ത് പറഞ്ഞു. ദേ അമ്മായി, അനാവശ്യം പറയാതെ, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഭാമ ദേഷ്യത്ത് പറഞ്ഞു. ആര് പറഞ്ഞു അതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്? അമ്മായി വീണ്ടും ദേഷ്യത്ത് പറഞ്ഞത്. നിർത്ത്, ഇപ്പൊ ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കേണ്ട ആരും. കഴിഞ്ഞത് കഴിഞ്ഞു. വീട്ടിലേക്ക് കയറി വന്ന മരുമോളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. നിലവിളക്ക് കൊടുക്ക്, ഈ മോളെ അകത്തേക്ക് വിളിക്കും. നീലിയുടെ മുത്തശ്ശൻ ദേഷ്യത്ത് പറഞ്ഞതും ശരിയാ മോളെ, നീ ആ വിളക്ക് കൊണ്ടുവാ. ആര്യയുടെ മുത്തശ്ശനും ഒന്നയഞ്ഞു. ഭാമയുടെ അമ്മയോടായി പറഞ്ഞതും അവർ അകത്തേക്ക് പോയി വിളക്ക് കൊണ്ടുവന്നു. എല്ലാവരും സന്തോഷത്തോടെ നിന്നതും അമ്മായിമാർക്ക് അതൊന്നും ഇഷ്ടമാകാതെ മാറി നിന്നു. ഭാമയുടെ അമ്മ നൽകിയ വിളക്ക് സ്നേഹ നിറമീയോടെ സ്വീകരിച്ചു വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. എല്ലാവരും അകത്തേക്ക് കയറിപ്പോയതും ഇതിപ്പോ മല പോലെ വന്നത് എലി പോലെ പോയല്ലോ. അത് കണ്ട് അപ്പു സങ്കടത്തോടെ പറഞ്ഞു. എന്ത്? ഭാമ മനസ്സിലാവാതെ അവനെ നോക്കി. അതായത് ഇവരുടെ ദേഷ്യം കണ്ടപ്പോ ഞാൻ വരെ കുറേ ചിന്തിച്ചു. ഇതിപ്പോ പ്രശ്നമെല്ലാം തീർന്ന് എല്ലാവരും അകത്തേക്ക് വിളിച്ചല്ലോ. നിനക്കിപ്പോ പ്രശ്നം ഇല്ലാത്തതാണോ പ്രശ്നം? വലിയ മുത്തശ്ശൻ ഉള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. അമ്മായിമാരെല്ലാം കൂടിയാ പിന്നെ പറയണോ? അമ്മ അത് പറഞ്ഞതും നീലി അപ്പോയും അത്ഭുതത്തോടെ നിൽപ്പുണ്ട്. അപ്പോ ഒരാഴ്ച സ്നേഹ ചേച്ചി വരാതെ നിന്നത് വീട്ടിൽ പ്രശ്നമായത് കൊണ്ടാണോ? ഭയങ്കര സങ്കടത്തിലാണ്, ഇനി കോളേജിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നല്ലേ പാർവണ പറഞ്ഞത്? ഭാമ അത് ചോദിച്ചതും നീലി അതേ എന്ന് തലയാട്ടി. എന്നാലും ഇതൊക്കെ എപ്പോ? ഭാമയുടെ ചോദ്യത്തിന് നീലി കൈ മലർത്തി കാണിച്ചു. വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. തുടരും. കഥ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒരു കമന്റെങ്കിലും ഉണ്ടാ മറക്കല്ലേ.